വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ പാരത്രിക ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മളെല്ലാവരും ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി വിട്ടുനിൽക്കുകയും നന്മയുടെ കാര്യത്തിൽ നമ്മൾ മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ സൽസ്വഭാവങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഏഷണി പോലെയുള്ള, കളവ് പോലെയുള്ള, അതുപോലെ തന്നെ പരദൂഷണം പോലെയുള്ള ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. രണ്ട് വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്ത് അവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാക്കുവാനുള്ള തീരുമാനത്തിനാണല്ലോ നമീമത്ത് എന്ന് പറയുക. മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞു, നഖ്ലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദ് അലാ ജിഹത്തിൽ ഇഫ്സാദ്. ജനങ്ങളുടെ സംസാരം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനായി പരസ്പരം എത്തിക്കുന്ന ഒരു പണിയാണ് നമീമത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആക്ഷേപിച്ച് പറയുന്നതുമാണ്, ഹമ്മാസിൻ മശാഇൻ ബിനമീം, കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിക്കുകയാണ്, അഫലാ ഉഖ്ബിറുക്കും ബിശിറാറിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവർ ആരാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഖാലു, സ്വഹാബത്ത് പറയാണ്, പറയൂ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ അൽ ബാഗൂനൽ ബുറാഅൽ അനത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിരന്തരം നമീമത്തുമായി നടക്കുന്നവർ, അതിലൂടെ സ്നേഹിക്കുന്നവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയും അതുപോലെ തന്നെ അൽ ബാഗൂനൽ ബുറാഅൽ അനത, അഥവാ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയും നിരപരാധികളായിട്ടുള്ള ആളുകൾക്കിടയിൽ നാശം കൊതിക്കുകയും ചെയ്യുന്നവർ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അലാ ഉനബ്ബിഉകും മൽ അദ്ഹു ഇയ അന്നമീമത്തുൽ അൽഖാലതു ബൈനൻ നാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപവാദം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങൾക്കിടയിൽ പരസ്പരം ഏഷണി പ്രചരിപ്പിക്കലാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം നാളെ പരലോകത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലാഭവും ഒരു മെച്ചവുമില്ലാത്ത, നാളെ പരലോകത്ത് നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന വളരെ ദുഷിച്ച സമ്പ്രദായമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത് ആർക്കിടയിൽ നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് നല്ല കർമ്മങ്ങളുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക, ഒരു പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, അവരോട് സലാം പറയുക, അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക,
നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകളുടെ വശങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ഏഷണി പോലെയുള്ള, അതുപോലെ തന്നെ കള്ളം പോലെയുള്ള, അസൂയ പോലെയുള്ള, വഞ്ചന പോലെയുള്ള, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.